നാരായണ മഹോത്സവ സമിതിയുടെ അധ്യക്ഷനാണ് ഈ പാലക്കാടിന്റെ ഏറ്റവും ഗോവിന്ദ നാമ സംഗീതം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ഒരു 10 മിനിറ്റ് सुवन्दे राज्याय
ദേവസുരാ കുബേരായ വൈശ്രവണായ മഹാരാജായ നമഃ. ശ്രീവത്യസ്വമായുഷ്യോ ധനമഗ്നിർധനം വായുധനം സൂര്യോ ധനം വസോ ധനമിന്ദ്രോ ബൃഹസ്പതിർവരുണോ ധനാശ്വിനാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ തുടയ്ക്കുക, കൈകൾ തുടച്ച് കണ്ണുകൾ മെല്ലെ തുടച്ച് കണ്ണുകൾ തുറക്കുക. ഇനി എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളും ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം എന്ന 4 ഉപവേദങ്ങളും ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം എന്ന 6 ശാസ്ത്രങ്ങളും ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ എന്ന 4 ഉപാംഗങ്ങളും ചേർന്ന് 4, 4, 8, 6, 14, 4, 18 തത്വങ്ങൾ ആകുന്നു. ഇതിഹാസ പുരാണങ്ങൾ എന്ന് പറയുന്ന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന വിഭാഗങ്ങളിലെ 18ാമത്തെ വിഷയമായ ഇതിഹാസ പുരാണങ്ങൾ എന്ന പ്രകരണ ഗ്രന്ഥത്തിലും ഗ്രന്ഥസാഹിത്യത്തിൻ്റെയും അകത്ത് ഏറ്റവും വലിയ 2 ഇതിഹാസങ്ങൾ രാമായണം, മഹാഭാരതം എന്നിവയാണ്. സൂര്യവംശത്തിൻ്റെ കഥയായ രാമായണവും വൃഷ്ടിവംശം ചന്ദ്രവംശത്തിൻ്റെ കഥയായ മഹാഭാരതവും ചേർത്താൽ ഇതിഹാസങ്ങൾ എന്ന വിഷയത്തിൻ്റെ അകത്ത് ശ്രുതികൾ, സ്മൃതികൾ, ഇതിഹാസങ്ങൾ എന്നത് കവർ ചെയ്താൽ പിന്നെ വരുന്നത് പുരാണങ്ങൾ എന്ന 4ാമത്തെ സെക്ഷനാണ്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും സനാതനധർമ്മത്തിൻ്റെ സമ്പത്താണ്. അതിൽ 27 വ്യാസഭഗവാന്മാർ ഉണ്ടായിരുന്നതിൽ 27ാമത്തെ വ്യാസഭഗവാനെയാണ് കലിയുഗത്തിൻ്റെ അടിസ്ഥാന ഗുരുവായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് ഗുരുപൂർണിമ എന്ന നിലയിൽ ജൂലൈ മാസം 19, 20, 21 തീയതികളിൽ നാം ആഘോഷിക്കാൻ പോകുന്നത്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗുരു ഭഗവാൻ വേദവ്യാസ മഹർഷിയാണ്. സനാതനധർമ്മത്തിൻ്റെ ജഗദ്ഗുരു ഭഗവാൻ ആദിശങ്കരാചാര്യരാണ്. AD 788 മുതൽ 820 വരെ 32 വയസ്സുകൾ മാത്രം ജീവിച്ചിരുന്ന മലയാളികൾക്ക് അഭിമാനമായ ആദിശങ്കര ഭഗവത് പാദരാണ് സനാതനധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തുകൊണ്ട് 4 മഠങ്ങളും 11 സന്യാസ സമ്പ്രദായങ്ങളും ഉണ്ടാക്കിയത്. വേദവ്യാസ മഹർഷിയുടെ ഏറ്റവും തപസ്സിൻ്റെ ഫലമായി 16 വയസ്സുള്ള ആദിശങ്കരാചാര്യരെ 32 വയസ്സുകളായി മാറ്റി സനാതനധർമ്മത്തിൻ്റെ ധർമ്മപ്രചരണത്തിനായി നിയോഗിച്ചു. ഭഗവാൻ വേദവ്യാസ മഹർഷിക്ക് ഋഗ്വേദത്തിന് പൈല മഹർഷിയും യജുർവേദത്തിന് വൈശംഭായന മഹർഷിയും സാമവേദത്തിന് ജൈമിനി മഹർഷിയും
അഥർവവേദത്തിന് സുമന്തു മഹർഷിയും 4 ശക്തരായിട്ടുള്ള ശിഷ്യ പരമ്പര ഉണ്ടായിരുന്നു. ഇതിൽ ഇതിഹാസ പുരാണങ്ങൾ എന്ന പുരാണ സംഹിതയെ എടുക്കുമ്പോൾ 18 പുരാണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി തയ്യാറാക്കിയ ഭഗവാൻ വേദവ്യാസ മഹർഷി ഈ പുരാണങ്ങളുടെ എല്ലാ മഹത്വത്തെ ചേർത്തുകൊണ്ട് മഹാപുരാണം എന്ന ഒരു പുരാണം 10 ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാക്കി. അതാണ് കലിയുഗത്തിൽ മോക്ഷശാസ്ത്രമായിട്ടുള്ള തത്വസംഹിതയായ ശ്രീമദ് ഭാഗവതം എന്ന മഹത്തായ ഗ്രന്ഥമായിട്ട് മാറിയത്. ഈ ശ്രീമദ് ഭാഗവതം എന്ന മഹത്തായ ഈ ഗ്രന്ഥം കലിയുഗത്തിലെ പ്രത്യക്ഷമൂർത്തി സ്വരൂപമായ മോക്ഷപ്രത്യയശാസ്ത്രമായി മാറിയപ്പോൾ ഉത്തരേന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും അത് പരിപൂർണമായി ഉപാസിച്ച് ഈശ്വരീയമായ ജീവിത രീതികളെ പിന്തുടർന്നുകൊണ്ട് ജന്മസാഫല്യം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥത്തെ നേടുവാൻ പരിശ്രമിച്ചു. ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ മൂത്ത പുത്രനാണ്, രണ്ടാമത്തെ പുത്രനാണ്, മൂന്നാമത്തെ പുത്രനാണ്, നാലാമത്തെ പുത്രനാണ്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമായി മോക്ഷത്തിന്റെ പ്രതീകമായി ശ്രീ ശുകബ്രഹ്മർഷി പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതത്തെ ഓരോ മലയാളിക്കും അഭിമാനകരമായിട്ട് എങ്ങനെ ഉപാസിപ്പിക്കാം എന്ന തത്വസംഹിതയെ ഉണ്ടാക്കാൻ വേണ്ടി, തയ്യാറാക്കുവാൻ വേണ്ടി ഭഗവാൻ ബൃഹസ്പതിയും വായു ഭഗവാനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ദ്വാരകാദേശം വെള്ളത്തിൽ മുങ്ങുന്നതായ കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ അശരീരിയിലൂടെ ഈ വിഗ്രഹം വൃഷ്ടിവംശത്തിന്റെ ജീവനാഡിയായ ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹമാണ് എന്നും ഇതിനെ പരമേശ്വരൻ നിയോഗിക്കുന്ന സ്ഥലത്ത്, നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ശ്രീപാർവതിയുടെ അനുഗ്രഹത്തോടെ പ്രതിഷ്ഠിക്കണം എന്നും നിർദ്ദേശം കൊടുത്ത ശേഷം ദ്വാരകയിൽ നിന്നും യാത്ര തിരിച്ചതായ ബൃഹസ്പതിയും വായു ഭഗവാനും കടൽ തീരത്തിലൂടെ അന്വേഷിച്ച് വന്ന് മഹിമയുള്ള ഊര് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് കടൽ തീരത്തെത്തിയപ്പോൾ ശ്രീപാർവതിയും ശ്രീപരമേശ്വരനും ചേർന്ന് നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടു. ആ മഹിമയുള്ള ഊരാണ് മമ്മിയൂർ എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നതും പറയുന്നതും എഴുതുന്നതും. അവിടെ ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതിയുടെയും സമ്മതത്തോടുകൂടി വായു ഭഗവാനും ബൃഹസ്പതിയും ചേർന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ അത് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂർ ആയി. ആ ഗുരുവായൂരപ്പന്റെ പ്രത്യേക ഉപാസനാ മൂർത്തിയായി തീർന്ന മേൽപുത്തൂർ ഇല്ലത്തിലെ ഗുരുനാഥൻ നാരായണ ഭട്ടതിരി തിരുമേനിയാണ് ഈ ശ്രീമദ് ഭാഗവതത്തെ മലയാളികൾക്ക് ഈശ്വരവൽക്കരിക്കാനും ദിവ്യവൽക്കരിക്കാനും ഉപയോഗിക്കാം എന്നതായ രീതിയിൽ തൻ്റെ ഉപാസനാ പദ്ധതിയിലൂടെ ഋഗ്വേദത്തിലെ 21, യജുർവേദത്തിലെ 116, സാമവേദത്തിലെ 1000, അഥർവവേദത്തിലെ 50 ചേർത്ത് 1187 നിഗമ ശതസഹസ്രമായ ഉപനിഷത്തുക്കളുടെ തത്വത്തെ സത്ത് ചിത്ത് ആനന്ദം എന്ന കണക്കിൽ, സത് ചിത് ആനന്ദം എന്ന കണക്കിൽ സച്ചിദാനന്ദ കട്ടയായ സാന്ദ്രാനന്ദമാക്കി ഉപാസിക്കാൻ കൊടുത്തു. ആ ഉപാസന പദ്ധതിയിലുള്ള 1034 ശ്ലോകങ്ങൾ അടങ്ങിയ 100 ദശകങ്ങൾ അടങ്ങിയ ഈ മഹത്തായ പുണ്യഗ്രന്ഥമാണ് ശ്രീമന്നാരായണീയം. അതുകൊണ്ട് ശ്രീമന്നാരായണീയത്തിന്റെ ഉപാസനയിലൂടെ ലോകശാന്തി, സമാധാനം, സമത്വം, സാഹോദര്യം, സന്തോഷം, സംതൃപ്തി
അഷ്ടൈശ്വര്യം, പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അപകട ദുരിത ദുഃഖ നിവാരണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, കൂടാതെ 11ാമത്തെ ഗുണം സർവരോഗ നിവാരണം. സർവ രോഗ നിവാരണം. കാലാകാലങ്ങളായി ജന്മാന്തരങ്ങളായി കുടുംബങ്ങളും തറവാടുകളും ആചാരാനുഷ്ഠാനങ്ങൾ നഷ്ടമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തറവാടുകളും നാലമ്പലങ്ങളും നാലുകെട്ടുകളും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന കുടുംബങ്ങളും നഷ്ടമായി, ഉപാസനയില്ലാതെ ഘട്ടമായി ഡിസ്റ്റോർട്ടഡ് ആൻഡ് ഡിസ്ട്രക്റ്റഡ് ആൻഡ് ഡിസ്ട്രോയ് ഈ അവസ്ഥയാകുമ്പോൾ അവർക്കുള്ള ഒറ്റമൂലിക ഇതാ ശ്രീമന്നാരായണീയം. അതിലൂടെ സർവ രോഗനിവാരണം നടക്കുന്നു, ചൊവ്വാദോഷ നിവാരണം നടക്കുന്നു, കല്യാണത്തിന്റെ തടസ്സങ്ങൾ നീക്കുന്നു, സന്താനലബ്ധി പരിപൂർണമായി സൽസന്താനലബ്ധിയായി തീരുന്നു. ഇതിനെല്ലാത്തിനും ഒരു പുറമെ സനാതനധർമ്മത്തിന്റെ ഓരോ കുടുംബങ്ങളെയും ജാതിക്കും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഒരൊറ്റക്കെട്ടായി ഏകോപിപ്പിക്കുക എന്ന ചടങ്ങ് നടക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്തുള്ള 3 കർത്തവ്യങ്ങളായ ധർമ്മ സംരക്ഷണം, രാഷ്ട്ര സംരക്ഷണം, ഗോസംരക്ഷണം എന്ന 3 കർത്തവ്യങ്ങളും ശ്രീമന്നാരായണീയത്തിന്റെ പഠനത്തിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ, പ്രചരിപ്പിക്കുന്നതിലൂടെ, ഉപാസിക്കുന്നതിലൂടെ, ഉപാസിപ്പിക്കുന്നതിലൂടെ നടത്തുവാൻ സാധിക്കുന്നു. എത്രയോ സമ്പത്ത് കയ്യിലുണ്ടാക്കിയിട്ടും അത് കൊടുക്കാൻ മനസ്സ് വരാതെ ഉള്ള കുടുംബാംഗങ്ങളുടെ ഉള്ളിൽ ജീവന്റെ പ്രതീകമായ ഒന്ന് അനേകമായി തീരുന്ന ഏകഹ അനേകഹ എന്ന കണക്കിൽ ഒരു നെൽക്കതിരിൽ അനേകം നെൽക്കതിരുകൾ ഉണ്ടായി, നെല്ലുണ്ടായി, അതിനെ ഇടിച്ച് പരത്തി അവിലാക്കി കൊണ്ടുവന്ന് അതിനെ ശുഭ്രവസ്ത്രത്തിൽ കെട്ടി സമർപ്പിക്കുന്ന ഭഗവാന്റെ കുചേല സമർപ്പണം എന്ന അവിൽ സമർപ്പണത്തിലൂടെ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളിൽ, ഹിന്ദു ധർമ്മത്തിന്റെ കുടുംബങ്ങളുടെ ഉള്ളിൽ ദാനം ചെയ്യുക എന്ന മഹത്തായ ഒരു പ്രോസസ് നടത്തിപ്പിക്കുന്നു. കൊടുക്കാൻ പഠിക്കുക എന്ന മഹത്തായ ടെൻഡൻസി, മോട്ടിവേഷൻ കുചേല ഭഗവാന്റെ കുചേല ദിനത്തിൽ അവല് നടക്കുന്നതിലൂടെ, വലിയ ദാനമൊന്നുമല്ല, പക്ഷേ അവില്, ദ മാഗ്നാനിമിറ്റി ഓഫ് അവില്, ആ അവിലിന്റെ തത്വം, അവിലിന്റെ ദർശനം കർമ്മവാസനകളെ ആധ്യാത്മികമായി തകർത്ത് തരിപ്പണമാക്കി അത് ഭഗവാൻ ശ്രീമൻ നാരായണൻ പടിയാറും കിടന്ന് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്ന 7ാം മാളിക മുകളിൽ ഇരിക്കുമ്പോൾ 7ാം മാളിക മുകളിലുള്ള പരമേശ്വര തത്വമായ ഭഗവാനെ താഴേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. താഴേക്ക് കൊണ്ടുവരുന്നതാണ് അവതാരം. അതുകൊണ്ട് നാരായണീയം എന്ന ഉപാസനയിലൂടെ സനാതന ധർമ്മത്തിന്റെ എല്ലാ ജീവരാശികളെയും ഏകോപിപ്പിക്കാനും ഏകീകരിക്കാനും സർവരോഗ മുക്തരാക്കിയിട്ട് അവരെ പൂർണ്ണ ആയുസ്സും ആരോഗ്യത്തോടുകൂടി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥത്തെ നേടുവാനും തയ്യാറാക്കുന്നു എന്നതാണ് സനാതന ധർമ്മത്തിന്റെ നാരായണീയ ഉപാസനയുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് ഋഗ്വേദം പഠിച്ചാൽ കിട്ടുന്നതായ മോക്ഷസാധന, യജുർവേദം പഠിച്ചാൽ കിട്ടുന്നതായ മോക്ഷസാധന, സാമവേദം പഠിച്ചാൽ കിട്ടുന്നതായ മോക്ഷസാധന,
ഇതിഹാസ പുരാണങ്ങൾ പഠിച്ചാൽ കിട്ടുന്നതായ മോക്ഷസാധന, ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും പഠിച്ചാൽ കിട്ടുന്നതായ ഉപാസന, ഇതെല്ലാം ഏകീകരിപ്പിച്ചുകൊണ്ട് ജ്ഞാനവും കർമ്മവും യോഗയും ചേർന്ന ഭക്തിമാർഗത്തിൻ്റെ പാത തത് തു വിഷയത്യാഗാൽ സംഘത്യാഗാൽ അവ്യാവൃത്ത വചനാൽ എന്ന കണക്കിൽ ഭക്തി എന്ന അടിസ്ഥാനപരമായ തത്വത്തിൽ സത്യം പരം ധീമഹി എന്ന കണക്കിൽ മോക്ഷമാർഗമായി ശ്രീമൻ നാരായണീയം സനാതന ധർമ്മത്തിന്റെ ഓരോ ഹിന്ദുവിന്റെയും ഉപാസന ഗ്രന്ഥമാണ് എന്ന് അടിച്ചുറപ്പിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ പരിപൂർണമായ ഉപാസന കലിയുഗത്തിലേക്ക് വിജയകരമാക്കി തീർക്കാൻ ഓരോ നാരായണീയ ഭക്തനും സാധിക്കട്ടെ എന്ന് അന്തർദേശീയ നാരായണീയ ഏകോപന സമിതിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ദാനവും ധർമ്മവും ഉപാസനയും ജ്ഞാനവും കർമ്മവും യോഗയും എല്ലാം ഭക്തിയിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. കാരണം സ്വസ്വരൂപാത് അനുസന്ധാനം ഭക്തിരിത്യവിധീയതേ, അവനവന്റെ ആത്മസ്വരൂപത്തെ അനുഭവിക്കുന്നതാണ് ഭക്തി എന്ന് സനാതന ധർമ്മത്തിന്റെ ജഗദ്ഗുരുവായ അഭിമാനമായ ആദിശങ്കര ഭഗവത്പാദർ തന്റെ ഗ്രന്ഥങ്ങളിലൂടെ വിളിച്ചറിയിക്കുന്നു എന്നതിനാൽ ജഗദ്ഗുരുവിന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ഓരോ നാരായണീയ ഉപാസകനും ഹിന്ദുധർമ്മത്തിന്റെ ഏകോപന പ്രവർത്തനങ്ങൾക്കും ദാനധർമാദികൾ ചെയ്യുവാനും ദാനധർമാദികൾ ചെയ്യിക്കുവാനും യജ്ഞങ്ങൾ നടത്തുവാനും യജ്ഞങ്ങളും നടത്തിപ്പിക്കുവാനുമുള്ള മഹത്തായ ദൗത്യമാണ് നമ്മുടെ കടമ എന്നറിയിച്ചുകൊണ്ട് അഭിമാനപരമായിട്ട് പ്രഖ്യാപിക്കാം, ഞാൻ ഭഗവാൻ വിഷ്ണുവിന്റെ ഉപാസകനാണ്. കാരണം കിഴക്ക് ഭാഗത്താണ് സാമവേദം, കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്നതാണ് സൂര്യൻ. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രഖ്യാപിക്കുന്നു, വേദാനാം സാമവേദോസ്മി. കലിയുഗത്തിൽ ഉപാസിക്കേണ്ട വേദം സാമവേദമായതിനാൽ ആ സാമവേദത്തിന്റെ ഉള്ളിൽ ആദിത്യാനാം അഹം വിഷ്ണു എന്ന് പറഞ്ഞ് നിർത്തി. ഹോമത്തിന്റെ അഗ്നി വിഷ്ണുവാണ്. ഗായത്രി മന്ത്രം ചൊല്ലിയാൽ കാണുന്ന പ്രത്യക്ഷ സ്വരൂപം വിഷ്ണുവാണ്. ഉദിക്കുന്ന സൂര്യൻ വിഷ്ണുവാണ്. ജപിക്കുന്ന മന്ത്രം നാരായണന്റെയാണ്. അകത്തുള്ള സ്വരൂപം ഗുരുവായൂരപ്പന്റെയാണ്. ഇതാണ് 120 വയസ്സിൽ നാം അനുഷ്ഠിക്കേണ്ട ഉപാസന പദ്ധതി. 7 വർഷം കേതു കൊണ്ടുപോകുന്നു, 20 വർഷം ശുക്രൻ കൊണ്ടുപോകുന്നു, 6 വർഷം സൂര്യൻ കൊണ്ടുപോകുന്നു, 10 വർഷം ചന്ദ്രൻ കൊണ്ടുപോകുന്നു. പിന്നീട് ഒരു 7 വർഷം ഏറ്റവും ദുഃഖപരമായിട്ട് ചൊവ്വ കൊണ്ടുപോകുമ്പോൾ 18 വർഷങ്ങൾ രാഹു അപഹരിക്കുന്നു, 16 വർഷങ്ങൾ വ്യാഴൻ നമ്മളെ ഭരിക്കുന്നു, 17 വർഷങ്ങൾ ബുധൻ ചെയ്യുമ്പോൾ 19 വർഷങ്ങൾ ശനി ഉപദ്രവിക്കുമ്പോൾ 120 വയസ്സ് തീരുന്നു. പിന്നെ എപ്പോഴാണ് ചൊല്ലുക? അതുകൊണ്ട് യഥാമാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യം. ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണോ ജോലി ചെയ്യുന്നത്, ആ സമയത്തെല്ലാം ഭഗവാൻ വിഷ്ണുവിന്റെ മന്ത്രം ചൊല്ലി, നാരായണീയത്തിന്റെ ശ്ലോകം ചൊല്ലി, അതിന്റെ അറിയാവുന്ന വരികൾ പഠിപ്പിച്ച് മനുഷ്യജന്മം എടുത്തതിന്റെ പൂർത്തീകരിക്കുവാൻ, സാക്ഷാത്കരിക്കുവാൻ, പരിപൂർണമാക്കുവാൻ, ദിവ്യവൽക്കരിക്കുവാൻ, മറ്റുള്ളവരെ ആദരിക്കാനും നാം ആദരിക്കപ്പെടാനും നാരായണീയത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നറിയിച്ചുകൊണ്ട് ഭഗവാൻ നാരായണമൂർത്തിയുടെ ഈ നാരായണീയത്തിന്റെ ഉപാസന
കേരളം മൊത്തമാകെ നടത്താൻ പാലക്കാട് ജില്ലയായ നമുക്ക് സൗഭാഗ്യം ലഭിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മംഗളം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണാമം. ആ മഹോത്സവത്തിനെ കുറിച്ച് വിശദമായി നിങ്ങളോട് പ്രതിപാദിക്കാനാണ് ഇവിടെ ആചാര്യന്മാർ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഇവരെ എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ആ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇവിടെ ഇന്ന് ഈ നാരായണീയ മഹോത്സവത്തിൻ്റെ സാന്ദ്രാനന്ദം എന്ന പരിപാടി നമ്മൾക്ക് മുന്നിൽ പാരായണം ചെയ്തുകൊണ്ട് നമ്മളെ ശ്രേഷ്ഠരാക്കി തീർത്തിട്ടുള്ള സതീഷ് മേനൻ അധ്യക്ഷൻ, നമ്മുടെ ഈ നാരായണീയ മഹോത്സവ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് മുൻപ് നമ്മൾക്ക് എല്ലാവർക്കും ഈ കൂടിയിരിക്കുന്നവരുടെ എല്ലാവരുടെയും എല്ലാ നാരായണീയ പാരായണക്കാരുടെയും ആചാര്യനായിട്ടുള്ള പ്രഭാകരൻ സരസ്വതി, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ധർമ്മപ്രവർത്തനവുമായി വർഷങ്ങളോളം ലോകമംഗളത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരു സാധാരണ വ്യക്തിയെപ്പോലെ എല്ലാ ഗൃഹങ്ങളിലും വീടുകളിലും നാടുകളിലും ഇനി എത്താത്ത സ്ഥലങ്ങളില്ല. അദ്ദേഹം ഈ ലോകത്തിനൊരു മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സത്യദർശിയായ പ്രഭാകരൻ സ്വാമിജിയെ ഈ വേദിയിലേക്ക് ഈശ്വരൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്കിന്ന് ഒരു പുതിയ ഒരു വ്യക്തിത്വം, നമ്മളുടെ നാട്ടുകാരനായ കൊല്ലങ്കോട്ട് പ്രവാസിയായ, നമ്മളാരും അറിയാൻ സാധിക്കാതെ നമ്മളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി ഒരു വലിയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 54 വർഷങ്ങളായി സിനിമാ ഫീൽഡിൽ 154 സിനിമകൾ നിർമ്മിച്ച് ഒരു സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ട് നമ്മളുടെ പഴയ സത്യൻ, മധുസാർ, പ്രേമനസീർ സാറെയൊക്കെ സിനിമയിലേക്ക് സിനിമ ചെയ്തുകൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും കൊല്ലങ്കോട് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആ പരിപാടി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ നിന്നും ഇന്നലെ ഇവിടെ എത്തി. അദ്ദേഹത്തെയാണ് നമ്മളിവിടെ കൊല്ലങ്കോട് നടക്കാൻ പോകുന്ന ഈ നാരായണ മഹോത്സവത്തിൻ്റെ ചെയർമാനായി ഇരുത്തുവാൻ വലിയൊരു ആഹ്വാനം ഇന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ നാരായണീയ മഹോത്സവ സമിതിയിലുള്ള ഭക്തരുടെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രകുമാർ. അതുപോലെ തന്നെ ഇന്ന് നാരായണീയ മഹോത്സവത്തെക്കുറിച്ച് പറയാനായിക്കൊണ്ട് കഴിഞ്ഞ വർഷം 2023 എറണാകുളത്ത് വെച്ച് നടന്ന നാരായണീയ മഹോത്സവ സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള വിജയകുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും എറണാകുളത്ത് പോയി നാരായണീയ മഹോത്സവം നടത്തി. ആ മഹോത്സവം വളരെ ഭംഗിയാക്കി അതിനുശേഷം പാലക്കാട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമായി വന്നു. നമ്മൾക്ക് ഈ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കാനായി വന്നിട്ടുള്ള വിജയകുമാർ സാറെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ പാലക്കാട് ജില്ലയിൽ നാരായണീയ മഹോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന നമ്മളുടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ചന്താമരേട്ടൻ, അദ്ദേഹം ഈ നാരായണീയ മഹോത്സവത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു. ഈ നമ്മളെ എല്ലാവരെയും ഒത്തു ചേർത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചന്താമരേട്ടനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ നാരായണ മഹോത്സവത്തിനെ കുറിച്ച് അവിടെ നടത്തി പരിചയമുള്ള സംസ്ഥാന അഖില ഭാരതീയ നാരായണ മഹോത്സവത്തിൻ്റെ സംസ്ഥാന ട്രഷറായിട്ടുള്ള നാരായണൻ പിള്ളച്ചേട്ടനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹോത്സവം അവിടെ നടത്തി ഇന്നും നമ്മളോടൊപ്പം സഞ്ചരിച്ച് എല്ലാ പ്രവർത്തനത്തിനും എല്ലാ ദിവസങ്ങളിലും ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന
ഒരു മഹത് വ്യക്തിത്വം കൂടി നമ്മളുടെ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് IB ശശിധരനാണ്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് രാവിലെ ഭക്തിസാന്ദ്രമായ ഈ നാരായണീയം പാരായണം ചെയ്ത മഹത് ആചാര്യൻ സതീഷ് അമ്പാടി ആചാര്യൻ, അദ്ദേഹം ഈ നിമിഷം വരെയും നമ്മളുടെ നാരായണീയ പാരായണത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ ഉണർത്തി നമുക്ക് നേരായ ധർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ തപോനിഷ്ഠനായിട്ടുള്ള ആചാര്യൻ സതീഷ് അമ്പാടിയെയും ഈ സന്ദർഭത്തിൽ ഈശ്വരന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കാര്യക്രമത്തിലേക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന സതീഷ് മേനെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ നാരായണീയ മഹോത്സവ സമിതിയുടെ ഈ വർഷത്തെ പരിപാടികളെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ P. ചന്ദ്രകുമാർ സർ, നാരായണീയ മഹോത്സവ സമിതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിജയകുമാർജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ IB ശശിധരൻ, സംസ്ഥാന ശ്രീ ബാബുവട്ടൻ, ശരിയായിട്ട് പേര് നാരായണപിള്ള എന്നാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം ബാബുവട്ടൻ എന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാബുവട്ടൻ, ശ്രീ സുധാകരൻ ബാബുജി, നിങ്ങളുടെ എല്ലാത്തിനും ഉപരി ഈ പരിപാടിയുടെ ആചാര്യൻ ശ്രീ സതീഷ് അമ്പാടി അവർകൾ, ശ്രീ ചന്ദ്രപ്രകാശൻജി, ശ്രീ കണ്ണൻകുട്ടി, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് രാവിലെ തൊട്ട് ഈ ഹാളിനെ മാത്രമല്ല, ഈ പാലക്കാടിനെ മുഴുവനും നാരായണീയമായാലും സപ്താഹമായാലും ഭഗവത്ഗീതയായാലും അത് പാരായണം ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, അതിൻ്റെ 2 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടുന്നു. 2 കിലോമീറ്ററിൻ്റെ അവിടെയുള്ള ഏത് ജാതി മത ഭേദമന്യേ, അത് ആരായാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ബുദ്ധനായാലും ജൈനനായാലും ഒക്കെ ഇവിടെ നടത്തുന്ന ഈ പാരായണത്തിൻ്റെ ഗുണം 2 കിലോമീറ്ററിൻ്റെ ചുറ്റിലുമുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. അതിവിടെ നമ്മൾ രാവിലെ തൊട്ട് ഇവിടെയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു, അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ പാലക്കാടിൻ്റെ ഈ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മളുടെ ഈ പാരായണം കൊണ്ട് ഗുണമുണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല, നാരായണീയം എന്ന് പറയുന്നത് തന്നെ ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ എല്ലാ ദശകങ്ങളിലും അവസാനം പറയുന്നത് ഞങ്ങൾക്ക് രോഗശാന്തി നൽകണമേ എന്നാണ്. നാരായണത്തിൻ്റെ എല്ലാ ദശകത്തിൻ്റെ അവസാനം അതാണ്. ഭഗവാനോട് അനുഗ്രഹം ചോദിക്കുകയാണ്, ഞങ്ങളെ ഈ രോഗത്തിനൊക്കെ മുക്തി ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോൾ ഈ പാലക്കാടിൻ്റെ ഈ 2 കിലോമീറ്റർ ചുറ്റിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്തായാലും ചെറിയ രോഗശാന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ പോലെയുള്ള പരിപാടികൾ നമ്മൾ പല ദിക്കിലും നടത്തിക്കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പരിപാടികൾ നിങ്ങൾ ഇരിക്കുന്ന ഓരോരോ സമിതികളിലും ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നാരായണീയ പാരായണം നടത്തിക്കഴിഞ്ഞാൽ ഈ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും രോഗശാന്തി ഉണ്ടാവുന്നതാണ്. അതാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തി. അത് ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാരായണീയ മഹോത്സവ അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതി എന്നാണ് നമ്മുടെ സമിതിയിൽ ശരിക്കും പേര്. അന്താരാഷ്ട്രമാണ്. ഭാരതം മാത്രമല്ല, കേരളം മാത്രമല്ല, ഭാരതം മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും രോഗശാന്തി ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ഈ നാരായണീയ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു പരിപാടി നമ്മൾ ഇനി നമ്മുടെ മേഖലകളിലൊക്കെ നടക്കാനുണ്ട്. അത് ഏകദേശം നമ്മുടെ ജൂലൈ മാസം ഒരു പകുതിയോടുകൂടി തന്നെ എല്ലാ മേഖലയും, ഇപ്പോൾ ഒറ്റപ്പാലം അതുപോലെ കൊല്ലംകോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പരിപാടി നടക്കാനുണ്ട്. ഇത് ഒരു ജൂലൈ 15 ഇതുമാതിരിയുള്ള പരിപാടികൾ എല്ലാ ദിക്കിലും നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ
ഈ സെപ്റ്റംബർ മാസം 22-ാം തീയതി തൊട്ട് ഒരാഴ്ചക്കാലം നമ്മൾ കൊല്ലങ്കോട് സംസ്ഥാന അഖില അന്തർദേശീയ നാരായണ മഹോത്സവത്തിൻ്റെ സംസ്ഥാന പരിപാടി കൊല്ലങ്കോട് വെച്ച് നടത്തുകയാണ്. അതിനോട് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു റിപ്ലിക്കയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം കലാപരിപാടിയുണ്ട്, ഗോപിക നൃത്തമുണ്ട്. നിങ്ങളൊക്കെ ഡാൻസ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ സംസ്ഥാന പരിപാടിയിൽ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. വയസ്സായ ആളുകൾ, ഈ 80 വയസ്സ് 90 വയസ്സായ ആളുകളൊക്കെ എങ്ങനെയാണ് നൃത്തം ചെയ്തതെന്നറിയാമോ? അവരുടെ കൂടെ ആശാശരത്ത് അവരൊരു 15 മിനിറ്റ് നേരം പരിപാടിക്ക് വന്ന ആരാ, അവരൊരു 2 മണിക്കൂർ തന്ന ഡാൻസ് കളിച്ചു സ്റ്റേജിൽ 2 മണിക്കൂർ സ്റ്റേജ്. അവർക്കത് ആവേശം കയറി. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഗോപിക നൃത്തം കാണിക്കുന്ന ആവേശം കയറി അവർ 2 മണിക്കൂർ എല്ലാവരെയും കൂടെ ഒന്ന് നൃത്തം ചെയ്തു എന്നുള്ളതാണ്. അത്ര ഗംഭീരമായിട്ടൊരു പരിപാടി. അതാണ് ഈ നാരായണത്തിൻ്റെ ശക്തി. ആ ഭഗവാന്റെ ശക്തി നമ്മളിലേക്ക് ഇങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് തരിച്ച് കയറുക. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാനായി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എല്ലാവരും ഭഗവാനായി കഴിഞ്ഞാലത്തെ ഒരു സ്ഥിതി നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി, ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇന്നും നമ്മൾ കാണുന്ന എല്ലാ അനീതികൾക്കും ഒരു ശമനം ഉണ്ടാകും. ലോകം മാത്രമല്ല, എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്വാമിജി ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് 15 മിനിറ്റ് 20 മിനിറ്റ് കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ മൈക്ക് കടിച്ചിരുന്ന ആളാണ് കിട്ടിയത്. 10-20 മിനിറ്റ് തൊട്ട് സ്വാമി കാര്യങ്ങൾ നിങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പരിപാടി നമ്മൾ ഇനി നമ്മുടെ കൊല്ലങ്കോടുള്ള പരിപാടിയിൽ നിങ്ങളെല്ലാവരും ഇനിയും ചില ആളുകൾ വരാനുണ്ട്, പല അസൗകര്യങ്ങളും വന്നിട്ടില്ല. അവരെല്ലാവരും കൂട്ടി വന്നിട്ട് ആ പരിപാടി നമുക്ക് എറണാകുളത്ത് നടന്നേക്കാൾ ഇരട്ടി ഗംഭീരമായിട്ട് നടത്തി അതിനെ വിജയിപ്പിക്കാനുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സംശയമില്ല. കാര്യം ഇവിടെ ഇത്ര ആളുകൾ വന്നു ചേർന്ന ഇത്രയും ആളുകൾക്ക് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സംഘടനകൾക്കും സാധിക്കാത്ത, ഇത്രയും അമ്മമാരെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഒരു സംഘടന വിചാരിച്ചാലും ഒരു പൈസ ചിലവാക്കാണ്ട് ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ ഇവിടെ സംഘടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ കൊല്ലങ്കോട് പരിപാടിയിലും വളരെയധികം സാന്ദ്രതയോടുകൂടി തന്നെ, ഈ സാന്ദ്ര അല്ലാത്ത ഈ സാന്ദ്രം തെറ്റാണ്, ഈ സാന്ദ്രവും ആനന്ദവും തെറ്റാണ്. ഇതല്ല സാന്ദ്രാനന്ദം. അത് ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാലോട് പറഞ്ഞില്ല. അത് നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ആരെയൊന്നും വിചാരിക്കില്ല. അത് ഞാൻ അത് റെഡിയാക്കിയ ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റ് ഉണ്ടാകരുത്. അപ്പോൾ ആ സാന്ദ്രാനന്ദം പരിപാടി ഇതുപോലെ തന്നെയുള്ള ഗംഭീര സാന്ദ്രാനന്ദമായിട്ട് എല്ലാവരും ആനന്ദപരിതരായി മാറട്ടെ. അതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് നാരായണ. നന്ദി, നമസ്കാരം. പ്രഭാനന്ദ സ്വാമി, മറ്റ് സംഘടനാ ചുമതലയുള്ളവരെ, അമ്മമാരെ, ആചാര്യന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഏതായാലും എറണാകുളത്ത് നടത്തിയതിൻ്റെ ഇരട്ടി ഗാംഭീര്യത്തോടു കൂടിയിട്ട് നമുക്ക് കൊല്ലങ്കോട് നടത്താൻ സാധിക്കും എന്നുള്ള ഒരു ആത്മധൈര്യം ഇതിൻ്റെ സംഘാടകർക്ക് ഉണ്ടായതിന് വളരെയധികം സന്തോഷം. എന്താണ് എറണാകുളത്ത് നടത്തിയത് എങ്ങനെയാണ്, എന്തായിരുന്നു അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം? ഇത് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. കാരണം അധികം വിവരിക്കാൻ ഊണിൻ്റെ സമയമാണ്. അതുമാത്രമല്ല, നിങ്ങളിന്ന് സാന്ദ്രാനന്ദം പരിപാടിക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ സംഘാടകർ ചെയ്തു വരുന്നു. ഓരോ പ്രദേശങ്ങളിലും ഈ പാലക്കാട് റവന്യൂ ജില്ലയിലാണ് നമ്മുടെ ഈ പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2012 രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ നാരായണീയ മഹോത്സവ സമിതി എന്ന് പറയുന്നത്. അതിനുശേഷം ആ 12 തന്നെ എറണാകുളത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ആറ്റുകാല്, ഇങ്ങനെയൊക്കെ വലിയ വലിയ പരിപാടികൾ നടത്തി. അതിനുശേഷം കൊറോണയുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ വർഷമാണ് എറണാകുളത്ത് നടന്നത്. അവിടെ നിന്നും അതിൻ്റെ പതാക ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും എത്ര സമിതികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നാരായണീയം വായിക്കുന്നവരുടെ കൂട്ടായ്മകൾ അങ്ങനെ ഉണ്ടാകുന്നു. നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഒരാചാര്യൻ്റെ കീഴിൽ തന്നെ ധാരാളം സമിതികൾ ഉണ്ട് ഇവിടെ എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമാക്കേണ്ടതുണ്ട്.
ഓരോ സ്ഥലങ്ങളിലുമുള്ളവർ ഒരു സമ്പൂർണ്ണം വായിക്കാൻ നിങ്ങൾ കൂടുന്നുണ്ടാകും. അവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് വരെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടി നിങ്ങൾ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വായിച്ച് സാന്ദ്രാനന്ദം പരിപാടികൾ ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ പോകുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പരിപാടിക്ക് 41 ദിവസം മുൻപ് നിങ്ങൾ തുടങ്ങേണ്ട ഒരു കർത്തവ്യത്തിലേക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്നും അവിടെ നിന്നും തുളസിയുടെ വിത്ത് പൂജിച്ച് കൊണ്ടുവരും. ആ പൂജിച്ച് കൊണ്ടുവരുന്ന വിത്ത് നിങ്ങളുടെ ഓരോ വീടുകളിലും തുളസിയെ അവിടെ വിത്ത് പാകി അങ്ങനെ തുളസിയെ ജനിപ്പിക്കുക, അല്ലെങ്കിൽ തുളസി മാതാവിനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലഘുവായിട്ടുള്ളൊരു ചടങ്ങിലേക്കാണ് വരുന്നത്. അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം? നാരായണ നാമം ജപിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾ ആരും ഇപ്പോൾ നാരായണ നാമം ജപിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഉണ്ടായിരിക്കാം, പക്ഷേ 41 ദിവസം നാരായണ നാമം ജപിക്കാം. എത്ര ജപിക്കാൻ സാധിക്കും? ചിലർക്ക് 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, ലക്ഷമായിരിക്കാം. എത്ര ജപിക്കാൻ സാധിക്കുന്നുവോ അത് ജപിക്കുക. ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ജപസംഖ്യ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും എന്ത് തരും? ഒരു ജപയന്ത്രം തരും. കണ്ടിട്ടുണ്ടാകും. അത് വിരലിലിട്ടാൽ ജപിക്കാം. നാരായണ 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 ഇങ്ങനെ ജപിക്കാം. അപ്പോൾ അങ്ങനെ ഇത് ജപിച്ചു തുടങ്ങുന്നു. അതോടൊപ്പം എന്താ? നാം ഇട്ടിരിക്കുന്ന ആ തുളസിയുടെ വിത്ത് അതങ്ങനെ പൊട്ടി അങ്ങനെ തുളസി വലുതായിട്ട് വരും. ആ തുളസിയുടെ വിത്തും നിന്നും ഉണ്ടായ തുളസി മാതാവുമായിട്ടാണ് നിങ്ങൾ സാന്ദ്രാനന്ദം പരിപാടിക്ക് വരേണ്ടത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് സാന്ദ്രാനന്ദം പരിപാടിക്ക് വരാമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പ്രത്യേകം നിശ്ചയിച്ച് തരും. അതെന്തിനാ? അന്നത്തെ ദിവസമാണ് നിങ്ങളുടെ വേദിയിലുള്ള വായന. ആ വായിക്കേണ്ട ദിവസം നിങ്ങൾ ഈ തുളസി മാതാവിനെയുമായിട്ടാണ് വരേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാലോ? അവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങുണ്ട്. അവിടെ വച്ച് ഭഗവാനുമായിട്ടുള്ള വിവാഹ ചടങ്ങ് കഴിച്ച് അതിനുശേഷം ആ തുളസിയെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരും. തുടർന്ന് നമ്മൾ പരിപാലിക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇതിൻ്റെ ആദ്യത്തെ ചടങ്ങ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു കിറ്റിൽ ഒരു ഗോപീചന്ദനം, ജപിച്ചതായിട്ടുള്ള ഒരു ജപച്ചരട്, ഒരു യന്ത്രം, തുളസിയുടെ വിത്ത്, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് തരും. അത് തരാൻ ആർക്കൊക്കെ വേണം എന്ന് നിശ്ചയിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഇവിടെ കമ്മിറ്റിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ഫോം തരുന്നുണ്ടാകും. അപ്പോൾ ആ ഫോം ആദ്യം ഒന്ന് പൂരിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ചെലവിലേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 100 രൂപ നമുക്ക് ഇതിൻ്റെ കാരണം അതിൻ്റെ സാധനങ്ങളുടെ വില എന്നുള്ള രീതിയിൽ അങ്ങനെ എത്ര കുടുംബങ്ങളിലേക്ക്, എത്ര വ്യക്തികളിലേക്ക് ഈ തുളസി മാതാവിന്, അപ്പം നമുക്ക് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ പറ്റും ആ തുളസിയുടെ മാഹാത്മ്യം. തുളസി മാതാവിൻ്റെ വിവാഹം കഴിച്ചതായിട്ടുള്ള അങ്ങനെ ഒരു തുളസി മാതാവ് നിങ്ങളുടെ ആരുടെ വീടുകളിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. കാരണം ഈ സമ്പ്രദായം കേരളത്തിലധികം പ്രായോഗികത്തിലുള്ളതല്ല. അപ്പം എല്ലാവരുടെയും വീടുകളിൽ എത്താൻ എന്ത് വേണം? നിങ്ങൾ ഓരോരുത്തരും അതിന് പങ്കാളികളാകേണ്ടതുണ്ട്. അങ്ങനെ പങ്കാളികളായിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരു ഫോം കിട്ടും. അതെല്ലാ വീടുകളിലും കൊടുക്കുക, അത് പൂരിപ്പിച്ച് അതോടൊപ്പം തിരികെ വാങ്ങുക. എന്നിട്ട് നമ്മൾ നിശ്ചയിക്കും ഓരോ പ്രദേശങ്ങളിലും എന്ന് മുതൽ ഈ തുളസി വിത്തും ജപയന്ത്രവും ഗോപീചന്ദനവും ചരടുമൊക്കെയുള്ള കിറ്റ് എന്ന് തരും എന്ന് നിശ്ചയിച്ചാൽ അവിടെ കൊണ്ടുതരും, ഓരോ പ്രദേശങ്ങളിൽ എത്തിത്തരും. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു സമ്പൂർണ്ണം വായിക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം വായിക്കും, എല്ലാവരും വരും, ഈ തുളസി വിത്തുകൾ കൊടുക്കുക. ഇതാണ് ഇതിന് ആദ്യത്തെ പരിപാടി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുളസിയുമായിട്ടാണ് നമ്മൾ പരിപാടിയിൽ വരേണ്ടത്. പറഞ്ഞു സെപ്റ്റംബർ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലാണ് ധ്വജം ഉയരുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാ ദിവസവും പാരായണം നടക്കുന്നുണ്ടാകും. അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർ വായിക്കേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ദിവസം ഏത് ഭാഗങ്ങളാണ് വായിക്കേണ്ടതെന്നെല്ലാം കൃത്യമാക്കി തരും. അപ്പോൾ വേദിയിലിരുന്ന് നിങ്ങൾ വായിക്കണം. പക്ഷേ എല്ലാവരും ഒരു സമ്പൂർണ്ണമെങ്കിലും വായിക്കും. എങ്ങനെയാ? നിങ്ങൾക്ക് 20 ദശകമാണ് വായിക്കാൻ കിട്ടിയിട്ടുള്ളൂ വേദിയിലെങ്കിൽ
ബാക്കി താഴെ ഇരിക്കുമ്പോൾ അടുത്ത ഒരു 200 പേര് വേദിയിൽ വന്നിരിക്കും. അങ്ങനെ നിങ്ങൾ മാറി മാറി ഒരു സമ്പൂർണ്ണം പൂർത്തിയാക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ ഓരോ വ്യക്തികളും സമിതികളും എല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നാരായണീയ പാരായണം നടക്കുന്നുണ്ടാകാം. വേദിയിൽ ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള വലിയ പ്രതിമ, ഭഗവാന്റെ വിഗ്രഹമുണ്ടാകും. ആ വിഗ്രഹത്തിന് പലതരത്തിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും. അവിടെ വിശേഷാൽ നിങ്ങൾക്ക് വഴിപാടുകൾ, കാര്യങ്ങൾ, ഈ പാരായണത്തിൻ്റെ ഇടഭാഗങ്ങളിൽ പ്രഭാഷണങ്ങൾ ഉണ്ടാകും, നൃത്ത പരിപാടികൾ അല്ലെങ്കിൽ കലാപരിപാടികൾ ഉണ്ടാകും. ഇങ്ങനെ എല്ലാം കൂടിച്ചേർന്നതായിട്ടുള്ള പരിപാടിയാണ് ഈ 7 ദിവസം നമ്മൾ അവിടെ നടത്തുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തുളസി ഇതൊക്കെ വരുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ഓരോ സമിതികളിലും കൂടണം എന്ന് പറയുന്ന സമയത്ത് നേരത്തെ സതീശേട്ടൻ സൂചിപ്പിച്ചതുപോലെ എന്താ എല്ലാവരും നൃത്തം കളിക്കണമെന്ന് പറയുന്ന സമയത്ത് അല്ലേ, നമുക്കതിൻ്റെ മനസ്സ് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. മനസ്സ് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഗോപിക നൃത്തത്തിന് ഒരു തടസ്സവുമില്ല. അതിൻ്റെ കീർത്തനം അത് ചിട്ടപ്പെടുത്തിയതുണ്ട്, അത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഇട്ടുതരും. നൃത്തത്തിൻ്റെ കളിക്കേണ്ട രൂപം നിങ്ങൾക്ക് ഇട്ടുതരും. പിന്നെ ഭഗവാന്റെ മുന്നിൽ കളിക്കുന്ന സമയത്ത് അങ്ങനെ ചുവടുകളൊന്നും ഇല്ലല്ലോ, അങ്ങ് കളിക്കല്ലേ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ എറണാകുളത്ത് വന്ന സമയത്ത് ആശാശരത്ത് കണ്ടത്, തൻ്റെ മുന്നിൽ എത്രയോ പ്രായമുള്ളവർ കളിച്ച സമയത്ത് എല്ലാം മറന്നുകൊണ്ട് ആശാശരത്തും കളിച്ചു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഓരോ സമിതികളിലും ഇത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. ഈ പ്രാക്ടീസ് നമ്മൾ ഇതോടൊപ്പം തന്നെ ഇത് ചേർക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഈ വായിക്കാൻ വരുന്നവരെന്താ, ഇപ്പം ഈ ഇരിക്കുന്നവരിൽ ഒരു ഏജിന് മുകളിലേക്കുള്ളവരാ അല്ലേ, പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും ഇതിൻ്റെ ഭാഗമല്ല. അപ്പോൾ കൂടുതൽ ഈ കളി ഇതിൻ്റെ ഒപ്പമുള്ള നൃത്തം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമുണ്ടാകും. അപ്പോൾ ഗോപികാ നൃത്തത്തിൽ എന്ത് വേണം, ഓരോ പ്രദേശത്തു നിന്നും ടീം തയ്യാറാക്കി വേണം. അവിടെ എറണാകുളത്ത് ഇതിൻ്റെ ഒരു മത്സരമൊക്കെ ജില്ലാതലത്തിലൊക്കെ നടത്തി. അതിൽ 1, 2, 3 സമ്മാനങ്ങൾ കിട്ടിയവർ വേദിയിൽ അവർ കളിച്ചു. ആ കളിക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന മാതിരി ആശാശരത്ത് അവരുടെ കൂടെ കളിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും കൂടി, പ്രത്യേകിച്ച് പെൺകുട്ടികളെയും കൂടി ഇതും കൊണ്ടുവരിക. അവർ നമുക്ക് അപ്പോൾ അവർക്ക് വായിക്കാൻ താല്പര്യമുണ്ടാവും, അവരെയും കൂടി കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഇത് പിന്നെ അവിടെ നടത്തിയതിനുള്ള ഒരു 3 പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഇതിൻ്റെ ഒരു പ്രസാദം എന്നുള്ള രീതിയിലൊക്കെ പറയാവുന്ന ഒരു ചടങ്ങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗുരുവായൂരുള്ള കിരൺ നമ്പൂതിരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയുർവേദ ഡോക്ടർമാരാണ്. അവർ റഷ്യയിലേക്കായിരുന്നു. ഭഗവാൻ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വന്നു, അവിടെ ഒരു അപേക്ഷ കൊടുത്തു. ആ വർഷം തന്നെ അദ്ദേഹത്തിനെ അവിടുത്തെ മേൽശാന്തിയാക്കി. യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാൻ സാധിക്കും, ധാരാളം കീർത്തനങ്ങളൊക്കെ പാടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ ഭട്ടതിരിപ്പാട് എന്തിനു വേണ്ടിയിട്ടാണ്, വാതരോഗവും ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ കലികാലത്തിൽ ഇതിൻ്റെ ഒരു പ്രായോഗികത കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക തൈലം തയ്യാറാക്കിയവൻ. അദ്ദേഹം തയ്യാറാക്കിയതായിട്ടുള്ള ഒരു തൈലം ആ യജ്ഞവേദിയിൽ തന്നെ തയ്യാറാക്കി അത് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ തൈലം പുരട്ടിയവരൊക്കെ പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഞങ്ങളവിടെ ഉണ്ടാക്കിയ തൈലം അവിടെ തന്നെ അതായത് തീർന്നു. ആ തരത്തിൽ അത്ര വലിയൊരു കാര്യം. പിന്നീട് അവിടുത്തെ ഒരു പ്രസാദമായിട്ടുള്ളത് ഭഗവാന്റെ കൃഷ്ണനും രാധയും കൂടിയായിട്ടുള്ള ഒരു ചെറിയ വിഗ്രഹം, അത് അവിടെ നിന്നും പൂജിച്ച് തരുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു വിളക്കുണ്ട്, ഒരു വിശേഷം നമ്മുടെ വീടുകളിലൊന്നും ഇല്ലാത്ത ഒരു വിശേഷാൽ വിളക്കുണ്ട്. ഈ വിളക്ക് പ്രസാദം, ഇതാണ് അതിൻ്റെ അകത്തുള്ള പ്രസാദങ്ങൾ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഞങ്ങൾക്ക് അവിടെ നടത്താനായിട്ട് ചെലവ് വന്നത് 75 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് വന്നാൽ തന്നെ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ അവിടെ നടത്തിയതിൽ തീരെ സുഖമില്ലാത്ത വീടുകളിലുള്ള അമ്മമാരുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള ആളുകളാണ്. അവർക്ക് അവിടെ വച്ചിട്ട് പ്രത്യേകമായിട്ട് ചികിത്സാ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു. ഇതെല്ലാം പ്രത്യേകം നമ്മുടെ കണ്ണിൽ കൂടിയാണല്ലോ. ഇപ്പം നയനം നാരായണീയം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിന് പ്രത്യേകത കൊടുത്തുകൊണ്ട് കണ്ണിൻ്റെ ഒരു ചികിത്സ, തുടർ ചികിത്സകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില പദ്ധതികൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടു. അപ്പോൾ നമ്മുടെ എന്താണോ ഭട്ടതിരിപ്പാട് ഉദ്ദേശിച്ചത് അതിനെ പ്രായോഗിക തലത്തിൽ കൂടി കൊണ്ടുവരുന്ന ചില പദ്ധതികൾ കൂടി അവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പിന്നെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം ചെയ്തത്, ആചാര്യൻ ഉള്ളപ്പോൾ തന്നെ
ആചാര്യന്മാരെ ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കൂട്ടായ്മ ഉണ്ടെങ്കിൽ വേറെ ഓരോ സ്ഥലങ്ങളിലും ആചാര്യന്മാരെ വായിക്കുന്നവരുടെ കൂട്ടായ്മ അവരെ ഉണ്ടാക്കിക്കൊണ്ട് അവരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു അവിടുത്തെ ആ വലിയൊരു പരിപാടികൾ നടന്നത്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ വലിയൊരു സംഖ്യ അവിടെ വരികയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള 2-3 വഴിപാടിൻ്റെയൊക്കെ കൂപ്പണുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ തരുന്നുണ്ടാകും. പിന്നീട് ഞങ്ങൾ അവിടെ നടത്തിയത് നമുക്കറിയാമല്ലോ, ഇതിൽ ഏറ്റവും പ്രധാന അന്നദാനമാണ്. അപ്പോൾ അന്നദാനത്തിന് എന്ത് വേണം എന്ന് നിശ്ചയിച്ച സമയത്ത് ഒരു കലവറ നിറയ്ക്കൽ ചടങ്ങാകട്ടെ എന്ന് നിശ്ചയിച്ചു. എവിടെ വേണം? നിങ്ങൾ വീടിൻ്റെ പടിക്ക് വരും എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ അവിടെ നമ്മളൊരു രഥം തയ്യാറാക്കി. അതോടൊപ്പം ഈ രഥയാത്ര അവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹവുമായിട്ടാണ് പോയത്. ആ വിഗ്രഹവുമായിട്ട് പോയി തിരിച്ചു വന്ന സമയത്ത് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കവിടെ ഈ 7 ദിവസം നടത്തി എല്ലാവർക്കും വയറു നിറയെ വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ഒരു 2-3 കിൻഡൽ ബാക്കി സാധനം വന്ന് അത് വിറ്റ് സാമ്പത്തികം ചുരുക്കിട്ടുണ്ട്. അത്രയും സാധനങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആകുമ്പോൾ അവിടെ വേറൊന്നുമല്ല ചോദിച്ചത്. ചിലപ്പോൾ ഒടിഞ്ഞ 2 കായംകുലയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചേനയായിരിക്കാം, കുറച്ച് നാളികേരവുമായിരിക്കാം, എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അത് കൊടുത്തു വിട്ടു. പക്ഷെ വളരെ ഗംഭീരമായിട്ട് നമുക്കവിടെ പരിപാടികൾ നടത്താൻ സാധിച്ചു. അപ്പം ഈ ഇരിക്കുന്നവരെ ഇനി മുതൽ നമ്മളെല്ലാവരും കാണുന്നത് ഇതിൻ്റെ ഒരു പാരായണക്കാരായിട്ടോ ഒന്നും മാത്രമല്ല, ഇതിൻ്റെ സംഘാടകരായിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും സംഘാടകരായിട്ട് മാറണം. എങ്കിലേ നേരത്തെ സതീശേട്ടൻ പറഞ്ഞതുപോലെ അവിടുത്തെ ഇരട്ടി ഫലത്തിൽ ഇത് വിജയിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് വേണം? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മനസ്സിലൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകണം. 2 കൂപ്പൺ കൊടുത്താൽ ഇതിൻ്റെ ആകം കഴിക്കും. 5 വീട്ടിൽ തുളസിയുടെ വിത്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഇതിൻ്റെ വിശദമായിട്ടുള്ള പരിപാടികൾ വരുന്നുണ്ടാകും. അത് നിശ്ചയിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുക. ഓരോ ചടങ്ങിലും ഇനി അങ്ങോട്ട് വരുന്ന ഓരോ ചടങ്ങ് ഇത് ഇനി ഈ വലിയ പരിപാടികൾ ചിലപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് സമ്പൂർണ്ണം വായിക്കാറുണ്ടല്ലോ. അവിടെ കൂടുക, അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിപാടികൾ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾക്കും ഈ സദസ്സിലെ കൂടപ്പിറപ്പുകൾക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി പറയട്ടെ. കാരണം മദ്രാസിലിരിക്കുന്ന ഞാൻ കൊല്ലംകോടിൽ നടത്താൻ പോകുന്ന ഈ നാരായണീയ മഹായജ്ഞത്തിന് ചെയർമാനെ പേര് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനൊന്നും അർഹനല്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ബട്ട് എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ, പറഞ്ഞിട്ടില്ല. കാരണം ഈ കാണുന്ന മുഖങ്ങളിലൊക്കെ ഭയങ്കര തേജസ്സുണ്ട്, ഐശ്വര്യമുണ്ട്. ഇത് എവിടെയുണ്ട്? ഞാൻ കാണുന്നില്ല പല സ്ഥലങ്ങളിലും. നിങ്ങളെല്ലാവരുടെ മുഖം എത്ര പ്ലസൻ്റാണ്. ഇവർക്കില്ല, ഇതിന് കുറച്ച് പേർക്കുള്ളൂ, പക്ഷെ അവിടെ എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം ഇതിലൊക്കെ വറീഡാണ്, ഒരു ഭാരങ്ങൾ ചുമക്കുന്നു. നിങ്ങൾ വളരെ പ്ലസൻ്റാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുഖത്തത് കാണാം. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും ബ്രൈറ്റായിട്ട് നോക്കൂ. ഞാൻ വെറുതെ പറയല്ല, മുഖത്തിരിക്കുന്നല്ല പറയുന്നത്. ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്നും അല്ല, പേടിക്കണ്ട. മനസ്സിലായില്ല? അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഭഗവാനുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. നിങ്ങൾ 8 മണിക്കൂർ കിടന്നുറങ്ങിക്കോളൂ. സർക്കാർ പ്രകാരം 8 മണിക്കൂർ ജോലിയാണ് വേണ്ട. നിങ്ങൾ 10 മണിക്കൂർ ജോലിയുള്ളൂ. 18 മണിക്കൂർ പോട്ടെ, ഇനി 6 മണിക്കൂർ ബാക്കിയുണ്ട്. അതിൽ 2 മണിക്കൂർ നിങ്ങൾ പരവേശം പറയാൻ ചെലവാക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കണം. എപ്പോഴായാലും അതിന് ഇന്ന സമയമൊന്നും വേണ്ട. എൻ്റെ സക്സസ് അങ്ങനെ വന്നിട്ടില്ല എനിക്ക് മുഴുവൻ. 1970 ഞാൻ തുടങ്ങി പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ലക്ഷ്യം വയ്ക്കുന്നോ അതിലെത്തിച്ചേരാൻ എനിക്ക് സഹായിച്ചത് ഭഗവാനാണ്. ആ 20 മിനിറ്റ് നിങ്ങൾ കണ്ണും മൂടി നാരായണനെ മാത്രം ജപിക്കുക. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയി മിനിമം ഒരു 6 മാസം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലം കിട്ടുള്ളൂ. അല്ല വെറുതെ 20 മിനിറ്റിൽ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി അടുക്കള കുറച്ച് പണം പിന്നെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് 20 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കണം.
24 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് മാറ്റിവെക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. അത് ചെയ്തു നോക്കൂ. ഇത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെപ്റ്റംബറിൽ നടത്താൻ വേണം ഈ വലിയൊരു മഹായജ്ഞം നിഷ്പ്രഭമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ മുഖത്ത് ആ പ്രസന്നസ് കാണുമ്പോൾ അതുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ദിവസം എല്ലാവരും ഇപ്പം മൊബൈലിൽ കഴിക്കുന്നവരാണ്. എനിക്കറിയാം, മൊബൈലിൽ കൂടെ കുറേ പരദർശനം പറയുന്നുണ്ടാവും, കുറേ കാണുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആദ്യം കൂടെ ദിവസം നിങ്ങൾ ഒരു 5 മിനിറ്റെങ്കിലും മൊബൈലിൽ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാവരും കൂടെയും നാരായണീയം, നമുക്ക് നാരായണനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുക, പകർന്നു കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കും നമ്മളുടെ അയൽവാസികൾക്കും പകർന്നു കൊടുക്കുക. അതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാനിതൊക്കെ പറയാൻ ആരെയൊക്കെ ഞാൻ സാമ്യമൊന്നുമല്ല, സത്യമായിട്ടും ഞാൻ വെറും സിനിമാക്കാരനാണ്. പക്ഷെ കരിയുടെ സിനിമാക്കാരനല്ല. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ കരിയുടെ അല്ല. ഞാൻ 1970 മഹേഷ് യോഗിയുടെ കൂടെ ശിഷ്യനായി ചേർന്നു. 7 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികൾക്ക് മെഡിറ്റേഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു, അപകടങ്ങളും അറിഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനും ഒരു പരിധിയിൽ കൂടുതൽ ചെയ്തു പോകരുത്. ചെയ്തു പോയാൽ നമ്മൾ പിന്നെ ഈ ലൈംഗിക ജീവിതത്തിന് പോകും. നമ്മൾ പിന്നെ ഇതിനൊന്നും അർത്ഥമില്ല തോന്നും. പിന്നെ വല്ല കാട്ടിലൊക്കെ പോകണം, ആരോട് സംസാരിക്കില്ല, ജീവിതം ഇത്രയേ ഉള്ളൂ തോന്നും. ഞാൻ അവിടേക്ക് എത്തുന്നതിലേക്ക് തിരിച്ചു വന്നു. എന്നോട് നേരിട്ട് പറഞ്ഞു, നീ തിരിച്ചു പോകണം, അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റുന്നു. കാരണം ഞാനത് കണ്ടു തുടങ്ങി. ഞാൻ മെഡിറ്റേഷൻ വളരെ ഡീപ്പായി കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടർ വ്യത്യാസം വന്നു തുടങ്ങി. എനിക്ക് മൈൻഡ് റീഡിങ് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. ഒരാളെ ഒന്ന് നോക്കിയാൽ ആൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് അതിലൊന്നും അർത്ഥമില്ല തോന്നും. പിന്നെ നമുക്ക് ജീവിതത്തിൽ അർത്ഥമില്ല തോന്നും. അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോൾ സ്വാമി തന്നെ ഞാൻ എടുത്തിരുന്ന കാര്യപ്രം 1 വയസ്സ് തന്നെ പറഞ്ഞയച്ചു. ഈ സിനിമയിൽ വലിയവനാവുന്നതാണ് പോടാൻ പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ട് സിനിമയിൽ വരാൻ സഹിച്ചു. ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. ഞാനിവിടെ ഒരിക്കലും ഒരു സിനിമാക്കാരനായിട്ട് വരാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ രാവിലെ വന്നപ്പോൾ ഏതാണ്ട് 8:30 ഞാൻ വന്നു. ഞാൻ അവിടെ ഇരിക്കുന്നവരും ഒറ്റയ്ക്ക്. അപ്പോൾ 9 മണിയായിട്ട് ഇവർ അന്വേഷിച്ചു എന്നെ ഫോണിൽ കൂടെ. അപ്പം ഞാൻ പിന്നീട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ആർക്കും തന്നെ അറിയില്ല. ഇവരാരും ഇന്ന് ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പരസ്യം പബ്ലിസിറ്റിയൊന്നും ആഗ്രഹിക്കുന്നില്ല. നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും നന്മകൾ ചെയ്യുന്നവരെ കാണുമ്പോൾ കയ്യിലെടുത്ത് തൊഴുകയും ചെയ്യുന്നു. കാരണം ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സെത്തി പറയുകയാണ്. എല്ലാവർക്കും നല്ലവരാകാൻ കഴിയില്ല, എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയില്ല. അതിനൊരു മനസ്സ് വേണം, അതിന് ദൈവാനുഗ്രഹം വേണം. അത് കിട്ടിയതാണ് നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഇവിടെ വരാത്ത എത്ര പേരുണ്ട്. പക്ഷേ നിങ്ങളുടെ നന്മ കുറച്ചവർക്ക് അവർക്കും പകർന്നു കൊടുത്ത് അവരെയും കൂടി നമ്മളോടൊപ്പം കൂട്ടി നിർത്തണം. അവരും നമ്മുടെ കൂടെ പിറപ്പുകളാണ്. നമ്മളിപ്പോൾ തന്നെ ഈ ഭൂമിയിൽ വന്നവരാണ്. നമുക്കവിടെ ജാതിയും മതവും നോക്കണ്ട. നമ്മുടെ കൂടെ എത്ര പേരെ നിർത്താൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ എന്താ പറയുക അനുഗ്രഹങ്ങളും അവർക്കും കിട്ടട്ടെ. നമ്മളൊരിക്കലും സ്വാർത്ഥരല്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സാമൂഹ്യം എല്ലാവരും പറഞ്ഞു. എന്റെ മനസ്സിൽ തോന്നിയത് ഇതുപോലെ ഈ തേജസ്സും ഐശ്വര്യമുള്ള ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവണം. അത് നിങ്ങളുടെ മാത്രം കഴിവാണ്. ഈ ആണുങ്ങൾ വിചാരിച്ച ഒന്നും നടക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് മാത്രമേ പറ്റുള്ളൂ, ഉറപ്പാണ്. അതിനുള്ള അറിവുകൊണ്ട് തന്നെയാണ് അവർക്ക് ചെയ്യുന്നത്. ഇവർക്കത് അറിയാം. സത്യമാണത്. അമ്മയാണല്ലോ ഭൂമിയിൽ ഏറ്റവും വലുത്. ആ സത്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അതേ നമുക്ക് ഭക്തിയല്ല, അമ്മയില്ലെന്ന് അമ്മ അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശക്തി വളർത്തണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം. അവരും നമ്മുടെ കൂടെ പറമ്പളായി കണ്ട് കൂടെ നിർത്തണം. അതിന് ചെറുപ്പം വലിപ്പം നോക്കണ്ട, ആരുടെ പോക്കറ്റിൽ എന്തുണ്ടോ നോക്കണ്ട, പോക്കറ്റിൽ നോക്കിയിട്ട് ആരും സ്നേഹിക്കണ്ട, ഇഷ്ടപ്പെടണ്ട. നമ്മൾ അറിവില്ലാത്തവർക്ക് നമ്മൾ പകർന്നു കൊടുത്ത് അവരെ നമ്മുടെ ഒപ്പം കൊണ്ടുവരണം. നമ്മൾ ഈ സെപ്റ്റംബറിൽ
22-ാം തീയതി ഉദ്ദേശിക്കുന്ന ആ പ്രോഗ്രാം അത് നിങ്ങളുടെ മാത്രം പ്രോഗ്രാമാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾക്ക് പ്രോഗ്രാം ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളൂ. നിങ്ങൾ വേണം അത് വിജയിപ്പിക്കാൻ. അത് നിങ്ങൾക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ നന്മകൾ, നിങ്ങൾക്ക് കിടന്നാൽ ഉറക്കം വരുന്നുണ്ടോ? കിടന്നാൽ ഉറക്കം വരുന്നതിനാണ് ഭാഗ്യവാൻ. കിടന്നാൽ ഉറക്കം വരാത്ത ആരും ഭാഗ്യവാനല്ല. ജീവിച്ചിട്ട് കാര്യം ഉറക്കമില്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ ഉറങ്ങാൻ 1, 2, 3, 15 വരെ എണ്ണാൻ സാധിച്ചിട്ടില്ല. ഞാൻ കിടന്നിട്ട് ഒന്ന് ഉറങ്ങാൻ വിശ്വസിച്ച പോലെ 1, 2, 3, 19 ഉറങ്ങിപ്പോയി. അവിടേക്ക് എത്തിച്ച് ഒന്നിനെ കുറിച്ച് ഞാൻ പറയുകയല്ല. എന്ത് സംഭവിച്ചാലും സംഭവിക്കും. നമ്മൾ ഫേസ് ചെയ്യാം. നമുക്ക് ധൈര്യം ഉണ്ടല്ലോ. നമ്മളാരും തൃപ്തിക്കൊല്ലുകയൊന്നുമില്ല. നമ്മളായിട്ട് തന്നെ തെക്കാലേ ഉള്ളൂ. വേറെ ആരും നമ്മൾ തൃപ്തിക്കൊല്ലില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാം. നമുക്ക് മറ്റുള്ളവരെ കൂടെ നിർത്താം. എന്നാൽ നമുക്ക് കഴിയും. നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളതിന് ശ്രമിക്കുന്നില്ല. നിങ്ങൾ 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. എനിക്ക് 24 മണിക്കൂർ തികയുന്നില്ല. ഞാൻ അത്ര ജോലികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ 10 പൈസ വാങ്ങിക്കാറില്ല. അവർക്കൊക്കെ രാത്രി 1 മണി വരെ ഓൺലൈനിൽ ക്ലാസ് എടുക്കാറുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ അറിവ് മുഴുവൻ പകർന്നു കൊടുക്കാറുണ്ട്. മെഡിറ്റേഷൻ തൊട്ട്, യോഗ തൊട്ട്, സിനിമ തൊട്ട്, അഭിനയം തൊട്ട്, ഫോട്ടോഗ്രാഫി, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം പഠിപ്പിക്കും. ഒന്നും 10 പൈസ ആർക്കും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ദൈവം തന്ന കഴിവുകൾ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്കുള്ള കഴിവുകൾ, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളെ കൂടെ പുറപ്പെടു കൂടി പകർന്നു കൊടുക്കുക ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ എല്ലാത്തല്ലേ സാധിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ബഹുമാനിക്കുന്നില്ല. സോറി. നമസ്കാരം. എല്ലാവരെയും അമ്മമാരുടെ, ചന്ദ്രസാർ പറഞ്ഞ അമ്മമാരുടെ സന്തോഷമാണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ. നാരായണ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നാരായണ നാരായണ ജപിക്കുക. നാരായണീയം വായിക്കുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്. ഇനിയുള്ള ദിവസങ്ങള് നാരായണ നാരായണ കൂടുതൽ ജപിക്കുക. ജപിക്കും തോറും എന്ത് നടക്കും? ഓരോ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? സിനിമയിലെ കണ്ടിട്ടില്ല നാരദന് മുമ്പ് ഓരോ വാതിൽ തുറക്കുന്നത്. അത് സിംബോളിക്കായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വാതിലുകൾ തുറന്ന് ആരെ കാണാൻ സാധിക്കും? മഹാവിഷ്ണു എവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനാണ് ഭക്തജനങ്ങളെ നാരായണീയ ആചാര്യമാര് എന്ത് വന്നിരിക്കുന്നത്? ഈ തുളസി വിത്ത് വന്നിരിക്കുന്നത്, തുളസി വിത്ത് തരാൻ പോകുന്നത്. ഈ തുളസി വിത്ത് വീട്ടിൽ കൊണ്ടുപോയാൽ ഉടൻ തന്നെ അത് അല്പം ഒന്ന് വെള്ളത്തിൽ മുക്കി നമ്മുടെ വീട്ടിൽ ഒരു പാത്രത്തിൽ, ചെറിയൊരു പാത്രത്തോട് ആയിരിക്കാൻ ചിലപ്പോൾ ഇവിടുന്ന് വരുന്നത്. ഞങ്ങൾ പാത്രത്തോടു കൂടിയാണ് കൊടുത്തത്. ആ പാത്രത്തിൽ അല്പം മണ്ണൊക്കെ ഇട്ട് അതിനകത്ത് അല്പം ഒന്ന് നനച്ചു വെച്ചിട്ട് നാരായണ നാരായണ ജപിക്കുക. എത്ര കരുത്തോടെ മനക്കരുത്തോടെ മനസ്സിരുത്തി നാരായണ വായിക്കുന്നുവോ പിറ്റേ ദിവസം രാവിലെ മുള പൊട്ടും. നാരായണ മന്ത്രം കേൾക്കാനുള്ള വ്യഗ്രത ആർക്കാണ്? തുളസിക്കാണ്. തുളസി എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ സാധിക്കാത്തത്. ഒരു വ്യക്തിക്ക് പോലും രോഗത്തൊന്നിനോടും തിരപിടിക്കാനോ തുലനം ചെയ്യാനോ സാധിക്കാത്തതാണ് തുളസി. തുളസിയുടെ പാതിവൃത്യ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ശംഖചൂഡന്റെ ഭാര്യയായിരുന്നു. പാതിവൃത്യം പരീക്ഷിച്ചു. ഭഗവാന്റെ എടുക്ക വന്ന് ചേരേണ്ട അവസ്ഥ വന്നു. ഭഗവാന്റെ ഭാര്യയായ പുനർജന്മത്തിൽ തുളസിയായി വന്നു ശംഖചൂഡന്റെ ഭാര്യ. ശംഖചൂഡനെ ആർക്കും വധിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് പാതിവൃത്യമായിരുന്നു തുളസിക്ക്. ഭഗവാൻ മാത്രമാണ് തുളസിയെ പരീക്ഷിക്കുകയും തുളസിയുടെ പാദത്തിലെ പുഷ്പമായി ഭഗവാന്റെ പാദത്തിലെ പുഷ്പമായി തുളസി മാറിയത്. അതുകൊണ്ടാണ് അമ്മമാർക്ക് ഈ നാരായണീയത്തിൽ എന്ത് തരുന്നത്? തുളസി വിത്ത് തരുന്നത്.
തുളസി കൊണ്ടുപോകുന്ന അന്ന് വഴി നാരായണനെ ജപിച്ച് വളരെ വേഗം അതിനെ വളർത്തി വലുതാക്കി പുഷ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് വേണമല്ലോ അത് വിവാഹം നടത്താൻ. പുഷ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് 41 ദിവസം കഴിയുമ്പോൾ അതിനെ വളർത്തി വലുതാക്കി വെള്ളവും വളവും ഒക്കെ കൊടുക്കണേ. വളർത്തി വലുതാക്കി വിവാഹപ്രായം എത്തിച്ച് വേദിയിൽ കൊണ്ടുവരണം. മനസ്സിലായല്ലോ? ഇതേ എനിക്ക് പറയാനുള്ള. അത് നിങ്ങൾ ഭക്തിപരമായിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു 10 തുളസി വിത്ത് 10 പേരെ ചേർക്കണം. ഇപ്പോൾ 100 പേരുടെ 1000 പേരെ ചേർക്കുന്നവരായി നമ്മൾ മാറണം. ആ തുളസി വൃത്തങ്ങൾ ധാരാളം പേരിലേക്ക് എത്തിച്ച് നാരായണീയം അറിയണ്ട, നാരായണ മന്ത്രം അറിയണ്ട, വെറുതെ വഴിയെ പോകുന്ന ഭക്തർക്കും കൊടുക്കാൻ നിങ്ങൾ ഇന്ന് ജപിച്ചു നോക്കൂ. എത്ര വലിയ മനപരിവർത്തനം വരുത്തുന്ന ഒരു മഹാമന്ത്രമാണ് നാരായണ. ഈ നാരായണ മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഒരു ദിവസം പൊതുവേദിയിൽ പറയാം. എന്താണ് നാരായണ എന്നുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ തുളസി വിത്തിനെ കുറിച്ച് മാത്രം ഒന്ന് പഠിക്കുക. തുളസി വിത്ത് എത്രയും വേഗം വളർത്തി, തുളസി വിത്ത് വേഗം വളരുന്നതിനനുസരിച്ച് എന്ത് വളരും? തുളസി വളരുന്നതിനനുസരിച്ച് നാരായണീയം വളരും. നാരായണീയ മഹോത്സവം അങ്ങനെ വളർത്തി വലുതാക്കി ജനങ്ങളുടെ മൊത്തം, ഈ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഈ നാരായണീയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ തുളസി വിത്തിലൂടെ സാധിക്കട്ടെ. ഗുരുവായൂരപ്പന്റെ വിളക്കിലൂടെ സാധിക്കട്ടെ. വരാൻ പോകുന്നുണ്ട്, ഗുരുവായൂരപ്പന്റെ വിളക്ക് വരുന്നുണ്ട്, തൈലം വരുന്നുണ്ട്, രാധാകൃഷ്ണന്റെ വിഗ്രഹം വരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് നാട്ടിൽ മൊത്തം ഒരു ആധ്യാത്മിക ലഹരിയിൽ ആറാടിക്കുന്ന ഒരു നാരായണീയ മഹോത്സവമായി മാറ്റുവാൻ ഇവിടുത്തെ ആചാര്യനും ശിഷ്യർക്കും, സഹ ആചാര്യമാർക്കും ശിഷ്യർക്കും നാട്ടുകാർക്കും സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലൊക്കെ അങ്ങനെ തേജസ്സോടുകൂടി വിളങ്ങട്ടെ, അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സജ്ജനങ്ങളായ നാരായണ ഭക്തരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വ്യക്തിപരമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതിൽ നിത്യേന 1008 ജപം നമ്മൾ ചെയ്യണം. അങ്ങനെ 41 മണ്ഡലകാലം നമ്മൾ അത് അനുഷ്ഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും പാരായണം ചെയ്യാൻ മെറൂൺ ബ്ലൗസും സെറ്റ് സാരിയും എടുത്ത് നമ്മുടെ നിശ്ചയിച്ച ദിവസം തുളസി വിത്ത് പാകി തുളസി തൈയായിട്ട് നമ്മൾ അവിടെ രാവിലെ തന്നെ 8 മണിക്ക് തന്നെ എത്തിച്ചേരണം എല്ലാവരും. ഏത് ദിവസമാണ്, ഏത് ഡേറ്റാണ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടും. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാവരും പാരായണത്തിന് വേണ്ടി സമർപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ നാരായണ മഹോത്സവം നടക്കുമ്പോൾ അവിടുത്തെ വരുന്ന ആളുകൾക്ക് അതിഥേയം വഹിക്കാൻ ഭക്ഷണം കൊടുക്കണം, അവരെ നിയന്ത്രിക്കണം, കൗണ്ടറിലിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുവേണ്ടി ഒരു ദിവസം നമ്മൾ പച്ച ബ്ലൗസ് എടുത്ത് ധരിച്ചുകൊണ്ട് വാളണ്ടിയറായിട്ട് വരണം. അത് നിശ്ചയിച്ച ദിവസം ഇവിടുന്ന് പറയും. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നാരായണീയ തൈലം, വിളക്ക്, വിഗ്രഹം, ഇതെല്ലാം ഭക്തജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഓരോ നാരായണ സമിതികളും ഇവിടെ ഇത്ര ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം ഓരോ നാരായണീയ സമിതികളിലുമാണ്. അവരാണ് ഇത് നിർവഹിക്കേണ്ടത്. ഒരു സ്ഥലത്ത് എത്ര വിളക്ക് ചെലവാക്കണം, എത്ര വിഗ്രഹം ചെലവാക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാകണം. ഈ പറയുന്ന സാധനങ്ങൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളും നമ്മുടെ വീടുകളിലും ഈ ഗുരുവായൂരപ്പൻ്റെ വിളക്കും വിഗ്രഹവും അതെല്ലാം നമ്മൾ സ്വീകരിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, നമ്മളെല്ലാവരും ഗോപികാ നൃത്തത്തിൽ പങ്കാളിയാവണം എന്നാണ്. അപ്പോൾ അത് പ്രായം നോക്കണ്ട. ഇതിൽ വരാത്ത ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ള പ്രത്യേകിച്ച് യുവതികൾ, കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഈ ഗോപികാ നൃത്തത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കണം.
ഈ അഞ്ചാമത്തെ കാര്യം അതാണ്. ഇങ്ങനെ 4-5 കാര്യങ്ങൾ വ്യക്തിപരമായി നമ്മൾ ഈ ഒരു സാന്ദ്രാനന്ദം പരിപാടിയിൽ മനസ്സുകൊണ്ട് ഏറ്റെടുക്കണം. ഈ നാരായണീയ മഹോത്സവം വിജയപ്രദമാക്കി തീർക്കാൻ നമ്മളെല്ലാവരുടെയും മനസ്സ് ഭഗവാന്റെ ഈ ഒരു ഉദ്ദിഷ്ടമായ കാര്യത്തിന് വേണ്ടി സമർപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രക്ഷസായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. കുറച്ചു നേരം കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഡേറ്റ് ആരും പറഞ്ഞിട്ടില്ല. ഡേറ്റ് ഇവിടെ നമുക്ക് അറിയണം. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് പോകുന്നതോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് കടക്കുകയാണ്. നാരായണ മഹോത്സവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തുളസി വിത്ത് വിതരണം നടക്കുന്ന ദിവസമാണ്. തുളസി വിത്ത് വിതരണം നടക്കുന്നത് നമ്മളെല്ലാവരും വന്ന് വാങ്ങിക്കേണ്ട ഒരു പരിപാടിയായിട്ട് തീരണം. വടക്കന്തറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ എത്തണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം അടിച്ചിട്ടുണ്ട്. ഈ ഫോമിൽ അടിയിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ജപം തുടങ്ങേണ്ടത് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം നാരായണ മഹോത്സവ സമിതിക്ക് വെക്കാനും അടിയിലുള്ള പീസ് നമ്മൾ ഈ ജപത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അതാണ് ആദ്യത്തെ പരിപാടി എന്നുള്ളത് എനിക്ക് പറയുന്നത്. ആഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് നമ്മുടെ ജപയജ്ഞം ആരംഭിക്കേണ്ട ദിവസം. ആഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. അതുമുതൽ സെപ്റ്റംബർ 21 വരെ ജപിക്കുമ്പോൾ 1008 ജപം വെച്ച് നമ്മൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ശതകോടി അർച്ചന എത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്ര ആളുകൾ നമ്മൾ എത്തിക്കണം. ശതകോടി അർച്ചന പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ശതകോടി അർച്ചന എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ പാലക്കാട് ജില്ലയുടെ നാരായണീയ ഭക്തരെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിച്ച് ഇത്ര ആൾ വന്ന് എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ശതകോടി എത്തണമെങ്കിൽ കുറച്ച് സമയമുണ്ട്. അപ്പം ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാനീയ സമിതികളുടെ നേതൃത്വത്തിൽ നടക്കണം. അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഈ നാരായണ മഹോത്സവവുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. എല്ലാ ആളുകളെയും, എല്ലാ കുടുംബത്തിലെ എല്ലാ ആളുകളെയും ബന്ധിപ്പിക്കേണ്ടതാണ്. എല്ലാവരോടും നാമം ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിവരം നമ്മൾ കൊടുക്കണം. ആഗസ്റ്റ് മാസം 12-ാം തീയതി നമ്മൾ തുളസി വിത്ത് വിതരണം പാകൽ എന്നുള്ള ആ ചടങ്ങിലേക്ക് കടക്കും. ജൂലൈ മാസം 26-ന് നമുക്ക് ഇതിൻ്റെ വിതരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ജൂലൈ മാസം 26-ന് അതാണ് വടക്കന്തറയിൽ വെച്ച് നടക്കുന്ന പരിപാടി. അന്നാണ് പരിപാടി. അന്നാണ് ഈ വിത്ത് വിതരണം നടക്കുക. അന്ന് കൊണ്ടുപോയി നമ്മൾ ജപം തുടങ്ങേണ്ടത് 12-ാം തീയതി മുതലാണ്. നമുക്ക് ഒരു ടൈം വെച്ചിരിക്കുകയാണ്. കാരണം 26-ന് നമ്മുടെ കയ്യിൽ ഈ തുളസി വിത്തും അതുമായി ബന്ധപ്പെട്ട സാമഗ്രികളും നമ്മുടെ കയ്യിൽ കിട്ടും. ആ കിട്ടുന്നതോട് കൂടിയിട്ട് എത്താത്ത സ്ഥലങ്ങളിൽ എല്ലാവരും വരണമെന്നില്ലല്ലോ. ഇപ്പൊ നമുക്കറിയാം, ഇന്നിപ്പോൾ എല്ലാവരും നമ്മളെ പ്രതീക്ഷിച്ച ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഉണ്ടാവില്ല. കുറച്ച് ആളുകളൊക്കെ വരാതിരിക്കുന്നത്. അപ്പൊ ഇവരുടെ കയ്യിലടക്കം സാധനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജൂലൈ മാസം 26-ന് ഇത് വിതരണം ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. ഈ ജൂലൈ മാസം 26-നാണ് നമ്മൾ വടക്കന്തറ ക്ഷേത്രത്തിൽ എത്തേണ്ടത്. രാവിലെ 9 മണിക്ക് എല്ലാവരും വരണം. എല്ലാവരും നേരിട്ട് ആയിരുന്നു നമുക്ക് തുളസി വിത്ത് കൈപ്പറ്റണം. നമ്മളെ ഗുരുവായൂർ ഇതിനു വേണ്ടി ഒരു ചടങ്ങ് വയ്ക്കുന്നുണ്ട്. സാധിക്കുന്ന ആളുകൾക്ക് വരാൻ മെസ്സേജ് നമ്മൾ എല്ലാ ആളുകൾക്കും ആ ഗുരുവായൂരിലെ ഡേറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ അറിയിക്കുന്നുണ്ടാവും. അവരെ ആ സമയത്ത് അതിൽ പങ്കെടുക്കാൻ മതിയാവും. 26-ന് ദ്രവ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാത്ത ആളുകൾ, നമ്മുടെ സ്ഥാനീയ സമിതികളിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള അംഗങ്ങൾക്ക് മുഴുവൻ വരാൻ കഴിഞ്ഞിട്ടെങ്കിൽ അവർക്ക് കൂടെ വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഇതിനെല്ലാം കൂടിയിട്ട് ഒരു ടോക്കൺ ഏർപ്പെടുത്തിയിട്ട് ഈ ടോക്കൺ മുഖാന്തരം നമ്മൾ ഇത് വിതരണം ചെയ്യണം. ഇത് ഇന്നിവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമിതി ഉൾപ്പെടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്.
ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടാവും. 11 പുതിയ സമിതികളുടെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല. പുതിയ സമിതികൾക്ക് ഇന്നിവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സർട്ടിഫിക്കറ്റിലുള്ള ആളുകൾ ഇനി എണ്ണം കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാനത്തെ ആളുകൾ ജയിക്കാൻ ഇതിൽ പങ്കെടുക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളത് ഈ തുളസി വെട്ടി കൊണ്ടുപോകുന്നതിൻ്റെ എണ്ണം നോക്കിയായിരിക്കും തീരുമാനിക്കുക. അപ്പോൾ എത്ര പേരാണ് ജപത്തിന് വരിക, എത്ര പേരാണ് പാരായണത്തിനുണ്ടാവുക എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ഈ പരിപാടി കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ പരിപാടി നമ്മൾ വിജയിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പരിപാടി വിജയിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പരിപാടി വിപുലീകരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സംഖ്യ അവിടെയാണ് കാണുന്നത്. എത്ര പേര് ഇതിൽ വരും എന്നുള്ളത് തുളസി വെട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം. തുളസി വെട്ട് അവിടെ കൊണ്ട് ജപം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. തീർച്ചയായിട്ടും അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് ഇതിൽ കൃത്യമായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ പാരായണത്തിന് എത്ര ആളുകളെ ഏതെല്ലാം സമയത്ത് കൊള്ളിക്കാൻ കഴിയും എന്ന് നമ്മൾ ഈ 7 ദിവസം നടക്കുന്ന പരിപാടിയിൽ ചിന്തിക്കുക. 7 ദിവസം നടക്കുന്ന പരിപാടി ഫുള്ളായിട്ട് 7 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ 2 ദിവസം 2 കാര്യങ്ങളായിട്ട് പോകും. നമ്മൾ 8 ദിവസമാണ് പരിപാടി ആകുള്ളത്. 22-ാം തീയതി ഉദ്ഘാടനം മാത്രമാണ് നടക്കുന്നത്. വൈകുന്നേരം പരിപാടിയുടെ ഉദ്ഘാടനം മാത്രം നടക്കുക. 23-നാണ് നമ്മൾ പാരായണം ആരംഭിക്കുന്നത്. 23-ന് പാരായണം ആരംഭിച്ചു കഴിഞ്ഞാൽ 29 വരെയാണ് പരിപാടി. 29-ന് നമുക്ക് പാരായണം ഉച്ചയോടുകൂടി നിർത്തേണ്ടതായിട്ട് വരും. അതിനുശേഷം നമ്മുടെ പൊതുപരിപാടികളിലേക്കൊക്കെ കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും 6.5 ദിവസമാണ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി തീർക്കണം. പാലക്കാട് ജില്ലയുടെ റവന്യൂ ജില്ലയുടെ മുഴുവൻ ആളുകൾക്കും ഈ വേദിയിൽ കയറി പാരായണം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. എല്ലാ ആളുകൾക്കും. അതിന് ഈ സമയം ക്രമീകരിക്കണമെങ്കിൽ അത് ഈ തുളസി വെട്ട് പൂജ നമ്മൾ നടത്താൻ വേണ്ടി വിതരണം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സംഖ്യ വരണം. അത് കൃത്യമായിട്ടും നമ്മളെ ഈ സഹാചാര്യോ കോർഡിനേറ്റർമാരോ ഒക്കെ ഈ സാധനം ഈ റെസീറ്റ് നമ്മളെത്തിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കാൻ, വന്നവർക്ക് കൊടുക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിച്ച് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാം. 26-ന് നമ്മൾ തുളസി 12-ാം തീയതി നമ്മൾ തുളസി പാരായണം നടത്തുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തനത്തിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയും. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. ഇതൊരു വലിയ ഒരു ഉദ്യമത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് നമുക്ക് ഡേറ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റുകളിലെല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. കുറേ ആളുകൾക്ക് ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ട്, സമയം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ട്. നമുക്ക് കുറേ സമയമുണ്ട്. നമ്മൾ നാരായണ മഹോത്സവത്തിന് വേണ്ടിയിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരാൻ കഴിയും. അങ്ങനെയുള്ളവരുണ്ടോ? ഒന്ന് കൈവക്കാൻ പ്രവർത്തിക്കാൻ കാണണം. നമുക്ക് കുറേ ആളുകൾ, ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 പേരുണ്ട്, 4 പേരുണ്ട്, 5 പേരുണ്ട്, 6 ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളെ നമ്മളിതിലേക്ക് ആക്കി ഈ മേഖല കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള സംവിധാനത്തിലേക്ക് ഈ പ്രവർത്തകരെ നമ്മൾ കടത്തിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ പ്രവർത്തനത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ വിവരം കിട്ടും. വാട്സപ്പ് നോക്കി പറഞ്ഞ് കൈ തൂക്കിയാൽ പോരാ, കൈ ഇങ്ങനെ കണ്ടാൽ പോരാ, അതിന് പ്രതികരിക്കണം. ഞാനിതിന് ചെയ്യാൻ തയ്യാറാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ ഇത്ര ആളെ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഇടണം. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മാത്രമൊന്നും വിടാൻ നിൽക്കേണ്ടവർ ഗ്രൂപ്പുകളിൽ ഈ സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാം മികവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കണം. നേരത്തെ പറഞ്ഞു രഥയാത്ര വരുമെന്ന് പറഞ്ഞു. ഈ രഥയാത്ര വരിക എന്ന് പറയുന്നത് നമ്മളെ വിഗ്രഹം കൊണ്ടുവന്ന് പൂജയ്ക്ക് വെക്കും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂജയ്ക്ക് വെച്ച് ആ വിഗ്രഹം നമ്മളെ എടുത്ത് എല്ലാ സ്ഥാനീയ സമിതികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമിതികളിലൊക്കെ ഇത് വിഗ്രഹം വരും. ഒരു പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാരായണം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയുടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന 6 ദിവസമാണ് ഈ രഥയാത്രയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. 6 ദിവസം ഈ ഒറ്റപ്പാലം, കൊല്ലംകോട്, പാലക്കാട് മേഖലകളിലേക്ക് ഈ രഥം യാത്ര ചെയ്ത് 21-ാം തീയതി വൈകുന്നേരം
കൊല്ലങ്കോട് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തും. 22-ന് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കും. 23 രാവിലെ പ്രതിഷ്ഠ എന്നുള്ള ചടങ്ങിലേക്ക് കടക്കും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയുന്നുണ്ടാവും. ഈ ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ടോക്കണും അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ ഫയല് നമുക്ക് ആരാണോ ജപം ചെയ്യാൻ തയ്യാറായിട്ടുള്ള വിട്ട് വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ള അവർക്ക് കൊടുക്കുകയും ഈ ടോക്കൺ തിരിച്ച് നമ്മുടെ സമിതിയിലേക്ക് പാലക്കാട് മേഖലാ സമിതിയിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു ഉദ്ഘാടന കർമ്മം എന്ന നിലയ്ക്ക് വെച്ചാണ് സതീഷ് അമ്പാടി സാർക്ക് സ്വാമിജി നൽകിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. ഒറ്റയായിട്ട് എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യോജിക്കുന്ന എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നു. ഗംഭീരമായിട്ടുള്ള തത്വചിന്തകളെ കുറിച്ച് ചിന്തിക്കാനും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്താണെന്നുള്ള സമയം നമുക്ക് പഠിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്നും ഉത്സവം നടക്കുന്നതിന് ഏറ്റവും ഭാഗ്യമായിട്ട് ആൾക്കാരായിട്ട് ഇത് വലിയൊരു ഭാഗ്യമാണ്. എറണാകുളത്ത് കാലത്ത് ശശിജി പറഞ്ഞു അടുത്ത വർഷം നമുക്ക് ബന്ധുവായിട്ട് നടക്കാമെന്ന് തുടങ്ങിയത്. പിന്നെ കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വന്നപ്പോഴാണ് പാലക്കാട് നടക്കുന്നത്. അപ്പോൾ ഉണ്ടായ ആനന്ദം എത്രയും പറയും. അത് സത്ര ഗുരുവായൂരത്തിന്റെ ക്ഷേത്ര സമ്മേളനം വെക്കുന്ന ശശി അത് പറഞ്ഞത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ സംരംഭം വളരെ ഗംഭീരമായിട്ട് നടക്കാം. ഏതായാലും നമ്മളുടെ കാര്യങ്ങളൊക്കെ പിന്നീട് എല്ലാ കോർഡിനേഷനിലെ വാട്സപ്പ് നമ്പറിന്റെ അതിലേക്ക് വരും. അതിനനുസരിച്ച് പെരുമാറാം. ഓരോ സമിതിയിലെ ആൾക്കാർ കോർഡിനേറ്ററോ ആചാര്യന്മാരോ അത് വേണ്ട പ്രകാരം കൈകാര്യം ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്കതിന് വളരെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വലിയൊരു മഹാ ഉത്സവമായിട്ട് നമുക്ക് നടത്താം. സതീഷ് പറഞ്ഞ പോലെ തന്നെ എല്ലാ എറണാകുളത്തെക്കാളും ഗംഭീരമായിട്ട് പാലക്കാട്ടുകാരുടെ ശക്തി പ്രവേശിക്കണം. ശ്രീ ശക്തി പ്രവേശിക്കണം. ഹരിയോ ഹരിയോ ഹരിയോ. 2 വാക്ക് പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നാരായണീയം വായിക്കാൻ നമ്മളെല്ലാവരും മിടുക്കന്മാരും മിടുക്കത്തികളാണ്. പക്ഷേ ഈ ഉത്സവം കഴിയുന്നതോടുകൂടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അംഗീകരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാക്കി എടുക്കാൻ കൂടി ഈ സമിതി തയ്യാറാക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും വയോവൃദ്ധന്മാരാണ്, ജ്ഞാനവൃദ്ധന്മാരാണ്, ശീലവൃദ്ധന്മാരാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഒരു ശീലത്തെ കൊണ്ടുവരാൻ നമ്മൾ ഇരട്ടിക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാരായണീയം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രധാന ഗ്രന്ഥമാക്കി അതിൽ PhD എടുക്കുവാനും ഡോക്ടറേറ്റ് എടുക്കുവാനും സാധിക്കുന്ന ഒരു ഗ്രന്ഥമാക്കി എടുക്കണം. കാരണം പിള്ള സാറിന് നന്നായിട്ടറിയാം, അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷത്തില് ഞങ്ങൾക്ക് പുരസ്കാരത്തിന് ലക്നൌവിൽ കൊണ്ടുപോയത് അദ്ദേഹം തന്നെയായിരുന്നു. അതിലും എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുകൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ നാരായണീയത്തെ ഉയർത്തിക്കൊണ്ടുവരണം. വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ ആത്മീയ ഗ്രന്ഥവും സാംസ്കാരിക ഗ്രന്ഥവും കൂടി ആക്കിയെടുക്കാൻ സാധിക്കട്ടെ. അതിന് എല്ലാ പ്രാർത്ഥനയും നടത്തുന്നു. നമസ്കാരം. ചന്ദ്രനെ പോലൊരു മഹാത്മാവിനെയാണ് നമുക്ക് ചെയർമാനായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ തുടങ്ങിയ വൈദിക ഉപാസന വിഭാഗങ്ങളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാവുന്ന സമ്പ്രദായം ഉണ്ടാക്കിയത് മഹേഷ് യോഗിയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അന്ന് 4 പേരാണ് പ്രധാനമായിട്ട് പഠിച്ചിരുന്നത്. നമ്മുടെ ഇന്നത്തെ ശ്രീ ഗുരുദത്ത മന്ത്രി മൈസൂര്, പ്രഭാകര സ്വാമി ബാംഗ്ലൂര്, പിന്നെയുള്ളത് 4ാമത്തെ വ്യക്തി നമ്മുടെ ചന്ദ്രേട്ടനാണ്. അത് എനിക്ക് ഇന്ന് ഓർമ്മയാണ്. കാരണം പണ്ടും ഞാൻ ആധ്യാത്മികതയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ പ്രഭാകര ഗുരുജിയുടെ ഉപമിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അത്തരത്തിലുള്ള ചന്ദ്രേട്ടൻ പിന്നീട് സന്യാസം ഉദ്ദേശിച്ച് 77 കല്യാണം കഴിച്ച് പിന്നീടാണ് ഈ രംഗത്തേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം അനേകം
സത്യസാര മുതലുള്ള പരമ്പരയിലുള്ള എല്ലാവരുമായിട്ടും അത്രയധികം ബന്ധമാണ്. ജീവിതത്തിന്റെ മുഴുവൻ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, കെ ബാലാജി ഒറ്റപ്പാലത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ മകളെയാണ് നമ്മുടെ മോഹൻലാൽ സാർ കല്യാണം കഴിച്ചത്. അതിനുശേഷമാണ് ഇദ്ദേഹം ഒരു മനുഷ്യനായി മാറിയത്. അതുപോലെ റൗഡി റോൾ. അപ്പൊ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ കലാവിഷയങ്ങളിൽ ചന്ദ്രേട്ടന് വളരെയധികം ഭാഗ്യമുണ്ട്. നാരായണീയത്തിന്റെ പ്രേരണയായിട്ട് അദ്ദേഹം വന്നു എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. മാത്രമല്ല, രഹസ്യമായിട്ട് എന്നോട് മനസ്സിൽ പറഞ്ഞൊരു കാര്യം, കൊല്ലങ്കോട് നാരായണീയ അന്താരാഷ്ട്ര തലത്തിലെ ഈ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു വരുന്ന 10 പേരെ സിനിമയിലേക്ക് എടുക്കാമെന്നാണ്. അത് ആരൊക്കെയാണെന്ന് അദ്ദേഹം പിന്നീട് പറയും. തെങ്ങാമരട്ടെ വിളിച്ച് പറഞ്ഞവിടെ ആരൊക്കെ ഫുൾ ടൈമേഴ്സായിട്ട് പ്രവർത്തിക്കാൻ പാടൊന്നും ഉണ്ടാകാം. 10 പേരെ ഈ കൊല്ലങ്കോട് നാരായണീയം കഴിഞ്ഞാൽ നേരിട്ട് ചന്ദ്രേട്ടൻ റിക്രൂട്ട് ചെയ്യും. അടുത്ത് എടുക്കാൻ പോകുന്ന സിനിമയും നാരായണീയത്തെ കുറിച്ചായിരിക്കും. എനിക്കത് റോളുണ്ട് എന്ന് മാത്രം അറിയിക്കുന്നു. വന്ദനം. നമ്മളെല്ലാവരും കൂടുന്ന സമയത്ത് ഇതേ സമ്പ്രദായത്തില് അങ്ങനെ നാരായണ നാമം ജപിക്കും. എല്ലാവരും ജപം തുടങ്ങേണ്ടത് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നാരായണ 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 നാരായണ. കൂടുന്ന സമയത്ത് എല്ലാ സമയത്തും ഇതേപോലെ തന്നെ ജപം തുടക്കവും ഒടുക്കവും ആയിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭ സമാപിക്കും.